ഇത് ഇതുപോലെ തന്നെ വളരെ ഇപ്പൊ ഉള്ളൊഴുക്ക് പോലെ തന്നെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു ജെ ബേബി. വളരെ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം പുറത്തു പടം ഇറങ്ങിയ സമയത്തൊക്കെ വന്നിരുന്നു. പക്ഷെ ആ പടത്തിന് പ്രതീക്ഷിച്ച ഒരു അപ്രിസിയേഷനും ചേച്ചിക്ക് കിട്ടാതെ പോയി എന്ന് തോന്നുന്നുണ്ടോ? അത് ഒരു വൈഡായിട്ട് കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ലാതെ എന്ത് പറ്റിയെന്നറിയാവോ, ആ പടവും നമ്മുടെ ഈ ഉള്ളൊഴുക്കിന് മുൻപേ ഷൂട്ട് ചെയ്തതാണ്. 2021 ഷൂട്ട് ചെയ്ത ഫിലിമാണ്. പിന്നെ 22 പിന്നെ ബാലൻസ് കുറച്ച്. അപ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ഒരു അനക്കമുണ്ടല്ലോ, എല്ലാവർക്കും ഇങ്ങനെ ഒരു പടം നടക്കുന്നുണ്ട്, പാരഞ്ചത്തിന്റെ ടീമാണ്, അതെല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ കുറേ സൈലന്റ് ആയ ഫിലിം, പിന്നെ പെട്ടെന്ന് കൊണ്ടൊന്ന് റിലീസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ രഞ്ജിത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഫാമിലി ഇത്രയധികം ഏറ്റെടുക്കുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് സാധാരണ ഇപ്പം കാല, കപാലി അങ്ങനെയുള്ള വലിയ ഫിലിംസിന് കൊടുക്കുന്ന പ്രൊമോഷനൊന്നും അദ്ദേഹം ചെയ്തില്ല. പെട്ടെന്ന് റിലീസ് ചെയ്തു. പക്ഷെ പിന്നെ അങ്ങോട്ട് തിയേറ്ററിൽ വന്നതിന് ശേഷമുള്ള അതിൻ്റെ വെൽക്കം ചെയ്ത രീതിയും പിന്നെ അത് ഒരുപാട് ഫാമിലി ഓഡിയൻസിനെ കാണുകയും ചെയ്തതോടുകൂടി അവരാകെപ്പാട് പിന്നെ അങ്ങോട്ട് പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും പടം രണ്ടാമത്തെ ആഴ്ചയായിരുന്നു. ആമസോണിൽ വന്നതിന് ശേഷമാണ് അവർ റിയലൈസ് ചെയ്തത് ഇത്രയും ഓഡിയൻസ് കണ്ട ഒരു ഫിലിമാണെന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് തമിഴിൻ്റെ അടുത്ത സംബന്ധിച്ചിട്ട് ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ്. ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചതല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ സൂര്യ റിപ്പോർട്ടറൊക്കെ കാണുന്ന സമയത്ത് ഈ ജയിച്ചിട്ട് മാരാ എന്ന് പറയുന്ന ഡയലോഗ് ഭയങ്കര ഹിറ്റ് ആവുകയും ഇന്ന് നമ്മുടെ ചില ആളുകളൊക്കെ PSC ഒക്കെ എഴുതാൻ പോകുമ്പോൾ അവരോട് പറയുന്ന ഡയലോഗായി മാറിയിട്ടുള്ളത് എപ്പോഴും ജയിച്ചിട്ട് മാറാറുള്ളത്. അതുപോലെ ഇപ്പോൾ പുട്ട് വെണ്ടയ്ക്കറി കട്ട് പീസസ് എന്ന് പറയുന്നതും ഒക്കെ ഞങ്ങൾ ഇന്ന് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ പുട്ട് വെണ്ടയ്ക്കറിയിലും അല്ലെങ്കിൽ ജയിച്ചിട്ട് മാറിയിലും ഒക്കെ പറയുമ്പോഴും ആ സീൻ അത് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇത് മനസ്സിലേക്ക് അതിന്റെ വൈകാരികത ആലോചിക്കും, അങ്ങനെ ഒരു ചിന്തയുണ്ടാവും, ഡയറക്ടറിനോട് ഒരു ഡിസ്കഷൻ ഉണ്ടാവും, അങ്ങനെ ഒരു വിഷയ അപ്രോച്ച് ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വെണ്ടയ്ക്കറിയുടെ സീൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ചെല്ലുമ്പോഴാ ഷോട്ടിന് പിടിച്ചപ്പോഴാ സത്യം പറയുന്നത്, ഋഷി എന്തെങ്കിലും ഒരു കറി വെക്കുന്നത് ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞു, ഒട്ട ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് എങ്ങനെ പെട്ടെന്നൊരു കറി മലയാളത്തിൽ ആലോചിച്ചിട്ട് അതങ്ങ് ഇംഗ്ലീഷിലോട്ട് പറയാന്ന് പറഞ്ഞു. ടേക്കെന്നങ്ങ് പ്രഖ്യാപിച്ചു. ഞാൻ അവിടെ സത്യത്തെ ഒന്നും എന്തെങ്കിലും ഡയലോഗ് അതൊക്കെ വന്നോളും തോന്നുന്നു. ഫിലിമാ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോലെ കുറേ പരീക്ഷണമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞതാ. പറഞ്ഞ് ടേക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ മീര പറഞ്ഞു, അയ്യോ ഞാൻ ഉറുശ്ശേച്ചിയെ നോക്കി ഇങ്ങനെ നിന്നുപോയി, എൻ്റെ റിയാക്ഷൻ കൊള്ളത്തില്ലായിരുന്നു, ഒന്നുകൂടെ എടുക്കണം. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ എടുക്കുന്നത് ഞാൻ കൊല്ലും. പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് അറിയാൻ വയ്യ, ഇനി ഒന്നുകൂടെ പറയണോ, അതീ വേറെ ഷോട്ട് എടുക്കും പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞു ഇറങ്ങിപ്പാവോ മീരയ്ക്ക് വേണ്ടി ഒന്നും ഞാൻ പറഞ്ഞു ആർക്കും വേണ്ടി ഞാൻ പറയത്തില്ല, ഞാൻ എന്തോ പറഞ്ഞു എനിക്ക് അറിയാനേ വയ്യ. പിന്നെ ബാക്കിയുള്ളത് വേറെ ടേക്ക് എടുത്തു. പിന്നെ മറ്റേ വേറെ ഏത് സീനാ ചോദിച്ചാൽ അത് 30 ദിവസത്തെ വർക്ക് എല്ലാ സീനിന്റെയും അവിടെ ഇവിടെയൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി 8 ദിവസമാക്കി. ഞാൻ ആന്ധ്രയിൽ ഒരു ഫിലിമിലായിപ്പോയി. ആ സിനിമയിൽ 2 കൊല്ലത്തിന് മുമ്പേ സ്ക്രിപ്റ്റ് എൻ്റെ വീട്ടിലായിരുന്നു. എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് സുധ. അപ്പൊ ഇവരെ എപ്പോൾ തുടങ്ങുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. പെട്ടെന്ന് പറഞ്ഞു മാഡം തുടങ്ങുകയാണ് പ്ലീസ് മാഡം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തെലുങ്ക് പടത്തിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് അത് പോകുന്നത്. അപ്പോൾ ആ സീനൊക്കെ ടെലിഫോൺ കട്ട് മാത്രം ഒരു ദിവസം എന്ന് പറഞ്ഞൊരു ഹാഫ് ഡേ. അപ്പോൾ മാഡം ഈ സീനാണ്, ഈ ഡയലോഗ് പറഞ്ഞാൽ മതി, എന്തെങ്കിലും അതുപോലെ നീ നല്ല ജയിച്ച് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ എൻ്റെ പേര് മാറണമെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ അടിച്ചു വിട്ടതാ. പക്ഷെ അത് സത്യമായിട്ടും. പക്ഷെ അത് എനിക്കത് ഓരോ സീൻ വേഗം ഡ്രസ് ചേഞ്ച് ചെയ്ത് എടുക്കുകയല്ലേ. അപ്പോൾ പെട്ടെന്ന് വേഗം ഈ ഡ്രസ്സ് മാറ്റിയിട്ട് ആ ഡ്രസ്സ് മാറ്റിയിട്ട്, കാരണം അതിൻ്റെ പകുതി ബാക്കിയുള്ളൊക്കെ എടുത്തു വരും നേരത്തെ. അങ്ങനെ എടുത്തതാ. എടുത്തപ്പോൾ എനിക്കറിയത്തില്ല. ആദ്യത്തെ എടുത്തൊരു സീൻ എടുത്തു. ഞാനും അച്ഛനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഫോൺ കട്ടായി പോകുന്ന ഒരു സീൻ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ മോൻ കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം വരും. ആക്ടർ എന്ന് വെച്ചാൽ എന്തോ നിന്നോട് അഭിനയിച്ച നടനല്ലേ റാം പൂവിലൊറ്റയിച്ച. അപ്പോൾ അദ്ദേഹം ഭയങ്കര സിമ്പത്തറ്റിക് ഫേസ്, വയ്യാത്തൊരു മനുഷ്യനെ പോലെ. അപ്പോൾ ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഒരു കട്ടെടുത്തപ്പോൾ എനിക്ക് ഇവിടെ ഒരു കരച്ചിൽ ഇങ്ങനെ വന്നു. അങ്ങനെ എടുത്തതാ പെട്ടെന്നത്. അപ്പൊ അതെനിക്ക് ഓർമ്മയില്ല, പ്രിപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു.